മറ്റു വാർത്തയിലേക്ക് ചൂട് കടുത്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും കുതിക്കുകയാണ്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം രേഖപ്പെടുത്തിയ ോടെ 250 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷനോട് KSEB അനുമതി തേടി എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. അധിക നിരക്കിൽ വൈദ്യുതി വാങ്ങാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. അതായത് എത്രത്തോളം വലിയ ഉപയോഗം ഈ ചൂടിൽ നടക്കുന്നു എന്നുള്ള വിവരം ആശങ്കാജനകമാണ് KSEBയെ സംബന്ധിച്ചിടത്തോളം. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഇതിപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളത് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണല്ലോ KSEB കടന്നു പോകുന്നത്. വലിയ പണം കൊടുത്ത് വാങ്ങേണ്ടി വരും, അതിന് അനുമതി അടക്കം വേണം. എന്താണ് ഏറ്റവും പുതിയ നീക്കം? ചിലപ്പോൾ ലോഡ് ഷെഡിംഗ് അടക്കം ഏർപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് സർക്കാർ പോകുമെന്ന വിവരം കൂടി പുറത്തു വന്നിരുന്നു. രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം അടക്കം റെക്കോർഡ് ഉപഭോഗമാണ് ഇപ്പോൾ KSEBയുടെ വൈദ്യുതി ഉപഭോഗത്തിൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. വൈകുന്നേരത്തെ ഉപഭോഗം അത് 6033 മെഗാവാട്ടിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പീക്ക് സമയങ്ങളിൽ. അത് 6300 വരെയാണ് KSEBയുടെ സംവിധാനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ഒരു പരിധി എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ പറയുന്നത് അതായത് പീക്ക് സമയങ്ങളിൽ കൂടുതലായുള്ള വൈദ്യുതി ഉപഭോഗമാണ് KSEB വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത്. നിലവിൽ ആ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കൂടുതൽ വൈദ്യുതി വാങ്ങാനുള്ള ഒരു നീക്കവും നടക്കുന്നു. അതായത് പവർ എക്സ്ചേഞ്ചിൽ നിന്നും അധിക വൈദ്യുതി വാങ്ങുന്നതിൽ താൽക്കാലികമായി അധിക വൈദ്യുതി വാങ്ങുന്നതിൽ തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് ദീർഘകാല കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് അധിക നിരക്കിൽ ഈ ഒരു വൈദ്യുതി വാങ്ങാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. അതിനു മുൻപ് തന്നെ ഈ ഒരു സാഹചര്യം മറികടക്കാനുള്ളൊരു ശ്രമവും KSEB നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ലോഡ് ഷെഡിംഗും മറ്റ് വൈദ്യുതി നിയന്ത്രണങ്ങളും ഏർപ്പാടാക്കേണ്ടി വരുമെന്നാണ് വൈദ്യുതി മന്ത്രി അടക്കം പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ അപ്രഖ്യാപിതമായിട്ടുള്ള രീതിയിൽ നിയന്ത്രണങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ അരമണിക്കൂർ അടക്കം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ അത് പ്രഖ്യാപിതമായ രീതിയിലേക്ക് കൃത്യമായ ലോഡ് ഷെഡിംഗിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യത. കാരണം വലിയ ചൂടാണ് സംസ്ഥാനത്ത് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വൈദ്യുതി ഉപഭോഗവും കൂടുന്നത്. എന്ത് തന്നെയായാലും ഉയർന്ന നിരക്കിൽ ഈ ഒരു വൈദ്യുതി വാങ്ങാനുള്ള ഒരു നീക്കം അതിൽ ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി 22-ന് റെഗുലേറ്ററി ബോഡി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിലൊരു തീരുമാനമുണ്ടാകുക. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ ചൂടിന്റെ സാഹചര്യം കൂടി. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രിയും കോട്ടയവും ഇടുക്കിയും അടക്കമുള്ള കോട്ടയവും കൊല്ലവും അടക്കമുള്ള ജില്ലകളിൽ 38-39 ഡിഗ്രി വരെയാണ് ഇപ്പോൾ ചൂട് രേഖപ്പെടുത്തുന്നത്. ഇന്നടക്കം 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാഹചര്യമുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളും വൈദ്യുതി ഉപഭോഗവും ചൂടും, അതായത് ചൂട് വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ KSEBയുടെ അതായത് വൈദ്യുതി ഉപഭോഗം അടക്കം വർദ്ധിച്ചു നിൽക്കുന്നത്. അത് ജനങ്ങളടക്കം ചെറിയ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എങ്കിൽ, രാത്രികാല ഉപഭോഗത്തിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എങ്കിൽ ലോഡ് ഷെഡിംഗ് പോലെയുള്ള കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് KSEB ഇപ്പോൾ അനുമാനിക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും സംസ്ഥാനത്ത് ചൂട് കൂടുന്നു, അതിനൊപ്പം വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നു. KSEBക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത വിധമാണ് ഇപ്പോൾ വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നത്. തുടർന്ന് കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുക, അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങിലേക്ക് സംസ്ഥാനം കടക്കുക. നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ പരസ്യങ്ങളിലൊന്ന് ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളം, കറണ്ട് കട്ടില്ലാത്ത കേരളം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സാഹചര്യത്തിൽ അത് ഒരുപക്ഷെ മറികടക്കേണ്ടി വന്നേക്കാം എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.